നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും 24 സമഗ്രമായ ഒരു വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 7 ചൊവ്വാഴ്ച, മിഥുനം 23 ഞാൻ ശ്രീനിധി പ്രദീപ്. ഞാൻ സുഹേൽ മുഹമ്മദ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. സുഹേൽ, ആദ്യം തന്നെ കടക്കാനുള്ളത് ലോക വിശേഷങ്ങളിലേക്ക് തന്നെ. കിരീടമില്ലാതെ പോർച്ചുഗലും പടങ്ങി. Golcano in association with Maither Eagles FC, Kerala. കായികപ്രേമികൾക്കെല്ലാം വലിയ നിരാശയാണ്. ഫിഫ ലോകകപ്പിൽ നിന്ന് പോർച്ചുഗൽ പുറത്ത്. പ്രീ ക്വാർട്ടറിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇഞ്ചുറി ടൈമിൽ പകരക്കാരനായി എത്തിയ മിക്കേൽ മെറിനോയാണ് വിജയ ഗോൾ നേടിയത്. അസർബിൻ അസീസ് വേൾഡ് കപ്പ് ഡെസ്കിംഗ് ചെയ്യുന്നു. അസറ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് കിരീടമെന്ന മോഹം കൂടിയാണ് ഇതോടെ ഇല്ലാതാകുന്നത്. വാശിയേറിയ മത്സരമായിരുന്നു. അവസാനത്തെ എക്സ്ട്രാ ടൈമിലായിരുന്നു പോർച്ചുഗലിന്റെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ഗോൾ. എങ്ങനെയായിരുന്നു ആ കളിയുടെ വിലയിരുത്തൽ? ഇന്ന് ഏതൊക്കെയാണ് മത്സരങ്ങൾ? സുഹൈൽ, ശ്രീനിധി, ഇഞ്ചുറി ടൈമിൽ പകരക്കാരൻ്റെ ഒരു പഞ്ചിലൂടെ പറങ്കിപ്പട ലോകകപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശക്തരായ രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം. തുടക്കം മുതൽ തന്നെ നിരവധി ആക്രമണങ്ങളും ഗോൾ ശ്രമങ്ങളും കണ്ട ഒരു മത്സരം കൂടിയായിരുന്നു സ്പെയിൻ പോർച്ചുഗൽ പോരാട്ടം. ആദ്യ നീക്കം മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സ്പെയിനിൻ്റെ ഒരു ഗോൾ ശ്രമമായിരുന്നു. എർസബാലിലൂടെ ഒരു ഗോൾ ശ്രമം ഉണ്ടായി, പക്ഷേ അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് പോർച്ചുഗലും സ്പെയിനും നിരന്തര ശ്രമങ്ങൾ ആദ്യ പകുതിയിൽ നടത്തിയെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. രണ്ടാം പകുതിയിലും ഇരു ടീമുകളുടെയും ഭാഗത്തു നിന്ന് ഗോൾ ശ്രമങ്ങൾ ഉണ്ടായി. എന്നാൽ രണ്ട് ടീമുകളുടെയും ഗോൾ കീപ്പർമാരുടെ പ്രകടനം കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ആ ഗോൾ കീപ്പർമാരുടെ പ്രകടനമാണ് ഒരുപക്ഷെ ഗോളുകൾ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. മത്സരം ഗോൾ രഹിത സമനിലയായി എക്സ്ട്രാ ടൈമിലേക്കും പിന്നീട് ഒരുപക്ഷെ ഷൂട്ടൗട്ടിലേക്കും പോകുമെന്ന് പ്രതീക്ഷിച്ച ഘട്ടത്തിലാണ് 85-ാം മിനിറ്റിൽ പകരക്കാരനായി കളത്തിലേക്ക് ഇറങ്ങിയ മൊറീന്യ മത്സരത്തിൻ്റെ അധിക സമയത്ത് 90 മിനിറ്റുകൾ പിന്നിട്ട് 6 മിനിറ്റിലധികം അധിക സമയമുണ്ടായിരുന്ന അധിക സമയത്തിൻ്റെ ആദ്യ മിനിറ്റിൽ തന്നെ സ്പെയിനിനെ മുന്നിലെത്തിക്കുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിന് പോർച്ചുഗൽ പുറത്താകുന്നു. പോർച്ചുഗലിൻ്റെ തോൽവിക്കപ്പുറത്തേക്ക് ഒരു ഫുട്ബോൾ ഇതിഹാസം കൂടി ഇന്നത്തെ മത്സരത്തിലെ തോൽവിയോടുകൂടി പടിയിറങ്ങുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പായിരുന്നു ഇത്. കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് അദ്ദേഹം അത് വ്യക്തമാക്കിയതുമാണ്. ഇത്തവണ ഒരു കിരീടമില്ലാതെ, ഒരു ലോക കിരീടം ചൂടാനാകാതെ ക്രിസ്ത്യാനോ റൊണാൾഡോ ലോക ഫുട്ബോളിനോട് വിട പറയുകയാണ്. ഇനിയൊരു പക്ഷേ പോർച്ചുഗലിനായി നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ അദ്ദേഹം ഉണ്ടാകില്ല. നിരവധി നേട്ടങ്ങൾ പോർച്ചുഗൽ ടീമിലൂടെ നേടിയ താരമാണ്. പോർച്ചുഗലിനെ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ പട്ടികയിൽ അടയാളപ്പെടുത്തിയ ഒരു താരം കൂടിയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടി ഒരു വേൾഡ് കപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ ഈ ഫുട്ബോളിൻ്റെ പട്ടികകളിൽ പൂർണ്ണനാകാതെ അപൂർണനായിക്കൊണ്ട് അദ്ദേഹം മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിലവിൽ ആതിഥേയരായ അമേരിക്കയും ബെൽജിയവും തമ്മിലുള്ള മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ ആരാണോ വിജയികളാവുന്നത് അവരാകും സ്പെയിനിൻ്റെ ക്വാർട്ടറിലെ എതിരാളികൾ. എന്തായാലും അത്യന്തം വാശിയേറിയ ഒരു മത്സരത്തിനൊടുവിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്പെയിൻ പോർച്ചുഗലിനെ തോൽപ്പിച്ച് ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. എന്തായാലും തുല്യ ശക്തികളുടെ പോരാട്ടമായിരുന്നു. ഇഞ്ചുറി ടൈം വരെ സമനിലയിൽ, ഗോൾ രഹിത സമനിലയിൽ തുടർന്ന മത്സരത്തിൽ ഇഞ്ചുറി ടൈമിലാണ് ആ അപ്രതീക്ഷിത ഗോൾ പോർച്ചുഗലിന് മേൽ പ്രഹരിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതിഹാസം, ലോകകപ്പ് എന്ന സ്വപ്നം പൂവണിയാതെ വിടവാങ്ങിയെന്ന പ്രത്യേകത കൂടി ഇന്നത്തെ മത്സരത്തിലുണ്ട്. മറ്റു വാർത്തകൾ. ലോകകപ്പിൽ നിന്ന് പുറത്തായതോടെ പോർച്ചുഗൽ ആരാധകർ നിരാശയിലാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന ലോകകപ്പിൽ പോർച്ചുഗൽ കിരീടമുയർത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിതമായാണ് പ്രീ ക്വാർട്ടറിൽ തന്നെ തോറ്റു പുറത്താകുന്നത്. ഫുട്ബോൾ പ്രേമികളുടെ, ക്രിസ്ത്യാനോ ആരാധകരുടെ ഇടയിൽ നിന്ന് മലപ്പുറത്തുനിന്ന് ഗൂഗിൾ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഒമ്പന്മാരുടെ പോരാട്ടത്തിൽ എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും മടങ്ങുകയാണ്. ക്വാർട്ടറിലേക്ക് പ്രവേശനമില്ല. ഇപ്പോൾ മലപ്പുറം അധികാരത്തൊടിയിലാണ് നമ്മളുള്ളത്. മത്സരം കഴിഞ്ഞ ഉടനെ ഇവിടെ ഇപ്പോൾ പോർച്ചുഗലിന്റെ ഫ്ലക്സുകളൊക്കെ മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫ്ലക്സ് അടിച്ചു മാറ്റുന്ന ഒരു ദൃശ്യമാണ്. എന്താ, പോർച്ചുഗൽ ആരാധകരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. എന്താ പറയാ? എന്താ, വളരെ സങ്കടം, വിഷമത്തിലാണ്. റൊണാൾഡോന്റെ അവസാന മാച്ചാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ജയിക്കാനും പറ്റില്ല. അവസാന നിമിഷം വരെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു, പക്ഷെ അറ്റാക്ക് ഇങ്ങനെ പോരെ, കുറഞ്ഞു. പക്ഷെ സ്പെയിനും അല്ലേ, വമ്പൻ ടീമും അല്ലേ. ആ ഒരു ഞങ്ങൾ വമ്പൻ ടീമാണ്. ഏതെങ്കിലും ഒരു ടീം പുറം പോകുമല്ലോ, അത്ര തന്നെ. അല്ല അപ്പൊ ഇനിയിപ്പോ കൂടുതൽ ആലോചിക്കുന്നില്ല. വിഷമമുണ്ട് അല്ലേ? നല്ല വിഷമമുണ്ട്.
എന്തായാലും ബാക്കിയുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു കപ്പ് വേണമെന്നൊരു ആഗ്രഹം എന്തായാലും പോർച്ചുഗൽ ആരാധകർക്ക് മാത്രമല്ല ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എന്തായാലും അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനോക്ക് ഒരു കപ്പ് വേണമെന്നല്ലേ, അത് നടന്നില്ല, സങ്കടമുണ്ട്. ഫിഫ ഓലൊപ്പം നിൽക്കൂലേ, മെസ്സിന്റെ ഒപ്പം നിൽക്കുള്ളൂ, അർജന്റീനയുടെ ഒപ്പം നിൽക്കുള്ളൂ. ഓൻ്റെ ഒപ്പം നിൽക്കണ്ടേ, നല്ല ഇപ്പൊ കുട്ടികളെ പെനാൽറ്റി കൊടുത്താൽ മതി, ഓർക്ക് കൊടുക്കണ്ടേ, പെനാൽറ്റി കൊടുക്കണില്ലല്ലോ. ഈ ഒരു എക്സ്ട്രാ ടൈമിലേക്കൊക്കെ ആദ്യ 90 മിനിറ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചിത്രം ഉൾപ്പെടുന്ന ഫ്ലക്സുകൾ മാറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് അവരിൽ നിന്നൊരു പ്രതികരണങ്ങളൊക്കെ തേടാം. ഇതെന്താണ് ഈ രീതിയിലൊരു ആഘോഷം? ഒന്നുമില്ല, ഇത് ഞങ്ങള് തോൽക്കുന്ന എല്ലാ ടീമിന്റെ ഫ്ലെക്സ് ഞങ്ങൾ മാറ്റും. അത് ഞങ്ങൾ ഇവിടെ ഷെഡ് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കും. അതിനൊക്കെ പറ്റുമല്ലോ. നേരത്തെ ബ്രസീലിന്റെ ഫ്ലക്സ് ഇവിടെ ഉണ്ടായിരുന്നു, അടുത്ത് മാറ്റിയതാണോ? അതാണോ അവിടെ മടക്കി വെച്ചോണു. ഇപ്പൊ ഞങ്ങൾ എന്ത് ഭയങ്കര ഉപകാരമായി. എത്ര ആൾക്കാർ അത് തലക്കണിയാക്കി ഉപയോഗിച്ചു പറയോ, അങ്ങനെ മടക്കിയിട്ട് അതിമ തലക്കണിയാക്കി വേണ്ടി 5-6 ആൾക്കാർ ഒപ്പം കിടന്ന് അതിമ അന്ന് കളിയുണ്ട്. ചില ആളുകളുടെ സങ്കടം നിങ്ങൾക്കൊരു സന്തോഷം. അതെ, അതാണ് ഞങ്ങള് അങ്ങനെ തന്നെയാണല്ലോ, ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിനും വളവുള്ളൂ. അർജന്റീന അല്ലല്ല, ഞാൻ നെതർലാൻഡ് ഫസ്റ്റ് പോയി. നെതർലാൻഡിന്റെ ആളാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഒരു സങ്കടം എല്ലാ ആളുകൾക്കും ഉണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കപ്പ് നേടണം, അദ്ദേഹം കപ്പ് ഉയർത്തണമെന്ന ആഗ്രഹം പോർച്ചുഗൽ ആരാധകർക്കപ്പുറത്തേക്ക് തന്നെയുള്ള മറ്റ് ആരാധകർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പാതി വഴിയിൽ മടങ്ങുകയാണ് ക്രിസ്ത്യാനോയും സംഘവും. ലോകകപ്പാണ്, ഏതെങ്കിലും ഒരു ടീമിന് മാത്രമേ ജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ പോരാട്ടങ്ങൾ കടുക്കുകയാണ്. മലപ്പുറത്തുനിന്ന് ഗൂഗിൾ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകകപ്പില്ലാതെ ആ ഇതിഹാസം വിടവാങ്ങിയതിന്റെ സങ്കടത്തിലാണ് ക്രിസ്ത്യാനോ ആരാധകർ. കൊച്ചിയിലേക്കാണ് നമ്മൾ. കൊച്ചിയിലും പോർച്ചുഗൽ ആരാധകർ നിരാശയിലാണ്. തോറ്റെങ്കിലും അടുത്ത ലോകകപ്പിൽ ടീം ശക്തമായി തിരിച്ചു വരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്, പറയുന്നത്. പോർച്ചുഗൽ മടങ്ങുകയാണ്. ലോകകപ്പ് കിരീടമെന്ന സ്വപ്നം ബാക്കി വെച്ചാണ് പോർച്ചുഗൽ മടങ്ങുന്നത് എന്നുള്ളതാണ്. ലോകമെമ്പാടുമുള്ള സ്പെയിൻ ആരാധകർ ആവേശത്തിലാണ്. പക്ഷേ പോർച്ചുഗൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖത്തിന്റെ ഒരു നിമിഷം കൂടെ. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു കളി? സ്പെയിന്റെ ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ ഒരു ബ്രസീൽ ഫാനാണ്. ഞങ്ങൾക്കില്ലാത്ത കപ്പ് ഒരുത്തനും വേണ്ട, കൊടുക്കയില്ല. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു പ്രകടനം, മനോഹരമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെച്ചിട്ടാണ് പോർച്ചുഗൽ മടങ്ങുന്നത് എന്നുള്ളതാണ്. ഒരു സ്വപ്ന കിരീടം എന്നുള്ള ഒരു സ്വപ്നം ബാക്കി വെച്ച് പോർച്ചുഗൽ മടങ്ങുമ്പോൾ, CR7 മടങ്ങുമ്പോൾ ലോകമെമ്പാടുമുള്ള പോർച്ചുഗൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖം തന്നെയാണ്. ഒരു കിരീടം ബാക്കിയാക്കി കൂടിയാണ് മടങ്ങുന്നത് എന്നുള്ളതാണ്. എന്തായാലും ലോകമെമ്പാടുമുള്ള സ്പെയിൻ ആരാധകർ ആഘോഷത്തിന്റെ മൂഡിലാണ്. നമുക്ക് കൊച്ചിയിലും കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. നിരവധി ആരാധകരുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു കളി? സൂപ്പർ. സ്പെയിൻ എങ്ങനെയുണ്ടായിരുന്നു? സ്പെയിൻ പൊളിച്ചു. പ്രതിരോധം, വലിയ പ്രതിരോധം തന്നെയായിരുന്നു. അതെ. ഒരേ രാജാവ് അർജന്റീന, അത് മാത്രമേ ഉള്ളൂ. ചാമ്പ്യൻസ് കളി എങ്ങനെ? സൂപ്പർ, അടിപൊളി കളി, ഒന്നും പറയില്ല. എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയുണ്ടായിരുന്നു? ഒരു പോർച്ചുഗൽ ആരാധകനാണല്ലോ. ഇനി പോർച്ചുഗലിന്റെ ഫാൻസ് ആണ് നമ്മള് മെയിൻ. പോർച്ചുഗല് നമ്മുടെ CR7 ഒരു കപ്പ് കിട്ടാതെ പോകുന്നതിൽ ഒരു വിഷമമുണ്ടോ? നല്ല കളിയായിരുന്നു, വെൽ പ്ലേഡ് ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ഒട്ടും അടിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല, അവസാനം വരെ പൊരുതി അല്ലേ? അതെ, സങ്കടമുണ്ട്. അടുത്ത പ്രാവശ്യം എന്തായാലും ലോകമെമ്പാടുമുള്ള സ്പെയിൻ ആരാധകർ ആഘോഷത്തിലാണ്. പോർച്ചുഗൽ ഇവിടെ മടങ്ങുകയാണ്, CR7 മടങ്ങുകയാണ്. വലിയ സങ്കടമുണ്ട് ആരാധകരെ സംബന്ധിച്ചിടത്തോളം. മാഹിം ജാഫറിനൊപ്പം ലിഡിയ ജേക്കബ്, 24 കൊച്ചി. സുഹേൽ, കേരളം ഒട്ടാകെ ആഘോഷിക്കുകയാണ് ലോകകപ്പ്. എന്തായാലും ഫുട്ബോൾ കേരളത്തിന്റെ വികാരമാണ്. പടിയിറങ്ങുമ്പോൾ മറ്റു ടീമുകളുടെ ആരാധകർക്ക് അത് സന്തോഷമാകുന്നു. പക്ഷേ എല്ലാത്തിനും അപ്പുറം അതിനെ ഒരു വലിയ വികാരമായി, കളിയായി തന്നെയാണ് കേരളം കാണുന്നത്. 6ാം ലോകകപ്പിലും കിരീടമില്ലാതെ കളം വിടുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇനി ഈ വേദിയിലേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ചതോടെ കാൽപന്ത് കളിയുടെ വിശ്വകിരീടം ചൂടാനാകാത്ത ഇതിഹാസങ്ങളുടെ പട്ടികയിൽ തന്നെയാകും റൊണാൾഡോ എന്ന് ഉറപ്പായിരിക്കുകയാണ്. കോടിക്കണക്കിന് ഫുട്ബോൾ ഹൃദയങ്ങൾ അരുതെന്ന് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷ് റഫറി ആന്റണി ടെയ്ലറുടെ കൈകൾ വിറയ്ക്കുന്നുമുണ്ട്. പക്ഷേ അയാൾക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. സർവശക്തിയുമെടുത്ത് കയ്യിലിരുന്ന വിസിൽ ചുണ്ടോട് ചേർത്ത് 2 തവണ ഊതി. ആ ശബ്ദമുയർന്ന നിമിഷം മെദീരയിലെ തെരുവോരങ്ങളിലെ വിളക്കുകെട്ടു. ലോകമാകെ പരന്നുകിടന്ന ഒരു ജനതയുടെ ഉള്ളിലേക്ക് ഇരുട്ട് പടർന്നു.
അകം തുളച്ചുകയറി ഘനത്തിലേറ്റ വികാരം കണ്ണുകളിലൂടെ പുറത്തേക്ക് വന്നു. തോൽക്കാൻ മനസ്സില്ലാത്ത തങ്ങളുടെ നായകൻ കിരീടമില്ലാതെ മടങ്ങുകയാണ്. അവസാന അവസരവും കഴിഞ്ഞിരിക്കുന്നു. വമ്പ് പറയാൻ വിരലിലെണ്ണാവുന്നവർ മാത്രമുള്ള പേരും പകിട്ടും മങ്ങിയ ഒരു ഫുട്ബോൾ രാജ്യത്തെ മൈതാനത്ത് സ്വന്തം ചുമലിൽ താങ്ങിയവനാണ്. കവിതകൾ എഴുതി പാടിപ്പുകഴ്ത്താനോ പരവതാനി വിരിച്ചാനയിക്കാനോ അധികമാരും ഉണ്ടായിട്ടില്ല. എതിരാളികളോടും വിരോധികളോടും അയാൾ പടവെട്ടി പിടിച്ചെടുത്തതാണ് ഇന്ന് കളത്തിനകത്തും പുറത്തും പോർച്ചുഗലിന് ലഭിക്കുന്ന പരിഗണനയുടെ ഓരോ അണുവും. അയാളെ പേടിച്ചു മാത്രം തലപുകച്ചുറക്കം കളഞ്ഞ പ്രഗത്ഭരായ എത്രയോ പരിശീലകർ, പിടിച്ചുകെട്ടാൻ പോയിട്ട് തൊട്ടുനോക്കാൻ പോലും അനുവദിക്കാതെ അവൻ നിരാശരാക്കിയ എത്രയോ പ്രതിരോധ ഭടന്മാർ, ഗോളഴക് കണ്ട് മതിമറന്ന് പോസ്റ്റിനു മുന്നിൽ നിന്ന കീപ്പർമാർ. എന്നും അകന്നു നിന്നത് ഒന്നു മാത്രമാണ്, ഏതൊരു കളിക്കാരനും കൊതിക്കുന്ന കനക കിരീടം. 5 തവണ വിളിച്ചിട്ടും കൂടെ വരാതിരുന്ന തൻ്റെ പ്രണയത്തിനായി 41-ാം വയസ്സിലും അയാൾ ഒന്നുകൂടി ശ്രമിച്ചു. പലപ്പോഴും ഒറ്റപ്പെട്ട് നിരാശനായി മുഖം പൊത്തി നിന്നെങ്കിലും പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. എന്നാൽ ഡാലസ് സ്റ്റേഡിയത്തിൽ 98-ാം മിനിറ്റിൽ ആ മോഹം അവസാനിച്ചു. ലോകകപ്പിലാകെ 21 മത്സരങ്ങൾ, 11 ഗോളുകൾ. രണ്ടാൾ പൊക്കത്തിൽ ചാടി ഉയർന്നു കറങ്ങി ഭൂമി പിളർക്കുമാർ ഉച്ചത്തിൽ ആഞ്ഞു ചവിട്ടിയുള്ള ലോകം പകർത്തിയ ആ ആഘോഷ നിമിഷങ്ങൾ ഇനി ഒരിക്കലും ലോകകപ്പ് വേദിയിൽ പിറക്കില്ല. 6.25 കിലോ ഭാരമുള്ള ഒരു കിരീടത്തിന്റെ പേരിൽ ആർക്കും അയാളെ എഴുതി തള്ളാനുമാവില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേരില്ലാതെ ഈ നൂറ്റാണ്ടിലെ ഫുട്ബോൾ കഥ എങ്ങനെ പറയാനാകും? വേൾഡ് കപ്പ് ഡെസ്ക് 24. എന്തായാലും ഒരു കളിയാണ്, ജയവും തോൽവിയും സ്വാഭാവികമാണ്. എന്തായാലും കേരളം ഒട്ടാകെ വിജയവും പരാജയവും ഒരുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോട്ടെ. മറ്റു വാർത്തകളിലേക്കാണ്. ഗസയിലെ ഭരണസമിതി പിരിച്ചുവിട്ട ഹമാസിന്റെ നടപടിയെ സ്വാഗതം ചെയ്ത് ഐക്യരാഷ്ട്രസഭ. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ സഹായിക്കുന്ന ഏത് നീക്കത്തെയും സ്വാഗതം ചെയ്യുന്നതായി UN വ്യക്തമാക്കി. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേർന്നു. മധു കൊട്ടാരക്കര, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 20 വർഷത്തിന് ശേഷം, ഏതാണ്ട് 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഹമാസ് ഗസയുടെ ഭരണം വിട്ടുകൊടുക്കുന്നത്. ബോർഡ് ഓഫ് പീസ് ഒരു ഭരണസമിതിക്ക്. ഇത് സ്വാഭാവികമായും ലോകരാജ്യങ്ങൾ അംഗീകരിക്കും. അപ്പോഴും നിരായുധീകരണം അടക്കമുള്ള ആവശ്യങ്ങളിൽ ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഗുഡ് മോർണിംഗ് സുഹേൽ, ശ്രീനിധി. 2007 മുതലാണ് ഗസയുടെ ഒരു പൂർണ്ണ നിയന്ത്രണം ഹമാസ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് അവരുടെ ഭരണസമിതി പിരിച്ചുവിട്ടതായിട്ട് അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ് അവർ പ്രഖ്യാപിച്ചത്. നേരത്തെ അമേരിക്കൻ പിന്തുണയോടുള്ള ഒരു സമാധാന പദ്ധതിയുടെ ഭാഗമായി രൂപീകരിക്കുന്ന ഈ നാഷണൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗസ എന്ന ഒരു പുതിയ സിവിലിയൻ ഭരണ സംവിധാനത്തിനാണ് ഇപ്പോഴത്തെ അവരുടെ ഈ ഭരണം കൈമാറുവാൻ ഹമാസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഹമാസ് ഭരണകൂടത്തിന്റെ എമർജൻസി കമ്മിറ്റി തലവൻ മുഹമ്മദ് അൽ ഫറാബ് ആണ് തന്റെ രാജിക്കത്ത് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഭരണമാറ്റം സുഗമമാക്കുന്നതിനും ആണ്. അത് മാത്രമല്ല, ഇവർ ആവർത്തിച്ച് പറഞ്ഞത് അതിനകത്ത് ആത്മാർത്ഥതയുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഈ രാജി എന്നാണ് ഹമാസ് പറയുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഈ ഇസ്രയേലുമായിട്ട് ഒരു വെടിനിർത്തൽ കരാർ ഹമാസുമായിട്ട് നിലവിൽ വന്നത്. അതിനുശേഷം ഈ ദൈനംദിന ഭരണകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ തയ്യാറാണെന്ന് ഹമാസ് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ഭരണത്തിൽ നിന്ന് മാറുമെങ്കിലും നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള തർക്ക വിഷയങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇതിനകത്ത് തീരുമാനമായിട്ടില്ല. ഈ ഹമാസിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനത്തെ ഐക്യരാഷ്ട്രസഭ അത് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുണ്ടെന്ന് ഐക്യരാഷ്ട്ര UN സെക്രട്ടറി ജനറലിന്റെ വക്താവ് സ്റ്റെഫാൻ ഡുജാറിക്ക് വ്യക്തമാക്കി. അത് മാത്രമല്ല, പുതിയ സിവിലിയൻ ഭരണസമിതി ഗസയിൽ ചുമതല ഏൽക്കുമ്പോൾ ഈ പാലസ്തീൻ അതോറിറ്റിയുടെ കീഴിൽ ഒരു ഏകീകൃത പാലസ്തീൻ ഭരണം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെയും ഈ ഐക്യരാഷ്ട്രസഭ പിന്തുണയ്ക്കുമെന്നാണ് സ്റ്റെഫാൻ പറയുന്നത്. സൊഹേൽ, അതേപോലെ ഈ നേറ്റോ ഉച്ചകോടിക്ക് ഇന്ന് തുർക്കിയിൽ തുടക്കമാകും. ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയും ഒക്കെ പങ്കെടുക്കുന്നതാണ് ഇത്. ഉച്ചകോടി നടക്കുന്നത് നേറ്റോ രാജ്യമായ ഈ പോളണ്ടിനെ ഒരു റഷ്യ ആക്രമിച്ചേക്കുമെന്നുള്ളൊരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇത് നടക്കുന്നത്. അതേസമയം യുക്രൈൻ തലസ്ഥാനമായ കീവിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ റഷ്യ അവരുടെ ആക്രമണം കടുപ്പിക്കുകയാണ്. സൊഹേൽ, ശ്രീനിധി.
മധു കൊട്ടാരക്കരയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ലോകത്ത് സമാധാനം പടരട്ടെ. ഗസയുടെ ഭരണം ഹമാസ് വിട്ടുകൊടുക്കുന്നു. മറുഭാഗത്ത് നാറ്റോയുടെ നിർണായക ചർച്ച കൂടി നടക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിർണായക യോഗം എന്നുള്ളതും പ്രസക്തമാണ്. മറ്റു വാർത്തകളെ ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിൽ സർക്കാർ തല അന്വേഷണത്തെക്കുറിച്ച് നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കിയ വസ്തുതാ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി VD സതീശന് കൈമാറും. മന്ത്രിസഭാ റിപ്പോർട്ട് അംഗീകരിക്കുന്നതോടെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കാനാണ് സാധ്യത. ജിബിൻ JB തിരുവനന്തപുരത്തും ചെയ്തു. ജിബിൻ, ഒരു സമഗ്ര അന്വേഷണം വേണം. നിലവിൽ PSCയുടെ ആഭ്യന്തര വിജിലൻസാണ് അന്വേഷിക്കുന്നതിന് അപ്പുറത്തേക്ക് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കീഴിലുള്ള വിജിലൻസ് അന്വേഷിക്കണം എന്ന ആവശ്യം ഇതിനോടകം ശക്തമാണ്. ആ ആവശ്യത്തിലേക്ക് സംഭവത്തിൽ ഈ നിയമന ക്രമക്കേടിൽ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത അത് എത്രത്തോളമാണ് ജിബിൻ? ഗുഡ് മോർണിംഗ് സുഹൈൽ ആൻഡ് ശ്രീനിധി. അത് തന്നെയാണ് കാരണം ഈ PSCയിലെ ആസൂത്രണ ബോർഡിലെ പരീക്ഷയും അതിന് പിന്നാലെ ഉണ്ടായ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ആദ്യഘട്ടത്തിൽ PSC തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത്. PSC വിജിലൻസ് അന്വേഷിച്ചിരുന്നുവെങ്കിൽ പോലും പിന്നീട് PSC ചെയർമാൻ ഇടപെട്ടുകൊണ്ട് ഈ വിജിലൻസ് അന്വേഷണം മാറ്റിക്കൊണ്ട് പരീക്ഷാ കൺട്രോളറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം PSCക്ക് ഇതിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് PSC ചെയർമാൻ ഉണ്ടായത്. PSC ബോർഡ് അംഗങ്ങളെല്ലാം തന്നെ PSC ചെയർമാൻ്റെ ഈ ഒരു തീരുമാനത്തെ എതിർക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷാ കൺട്രോളറുടെ അന്വേഷണം മരവിപ്പിച്ചുകൊണ്ട് വീണ്ടും ഇന്റലിജൻസ് തന്നെ PSCയുടെ ഇന്റലിജൻസ് തന്നെ ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ള ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം PSC എടുത്തത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്കാർ തല അന്വേഷണത്തിലേക്ക് ഉടൻ എത്തുമെന്നുള്ള ഒരു വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഇത് സംബന്ധിച്ച നിയമോപദേശത്തിന്റെ റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഇതിനുശേഷമായിരിക്കും നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് നിർണായക തീരുമാനത്തിലേക്ക് എത്തുക. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ലഭിക്കുന്ന പരാതിയാണ്. ഈ പരാതികളെല്ലാം തന്നെ സംസ്ഥാന വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഇത് സംബന്ധിച്ച അന്വേഷണമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സർക്കാർ തല അന്വേഷണം ഈ PSCയുമായി ബന്ധപ്പെട്ട ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം PSCക്ക് വലിയൊരു തിരിച്ചടി വീണ്ടും ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ PSCയിലെ ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർന്ന സാഹചര്യത്തിൽ ഇതുമായി 2022 ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷകൾ, അതിന്റെ ഇന്റർവ്യൂ, അതിന് പിന്നാലെ 2025 പ്രസിദ്ധീകരിച്ച ഇതിന്റെ റാങ്ക് പട്ടിക, ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ എത്രയും വേഗം തന്നെ പുറത്തുവിടണം എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം വിവരാവകാശ കമ്മീഷൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ PSC ചെയർമാന്റെ എല്ലാ തീരുമാനങ്ങളും അത് അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് നിർണായക തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. സുഹൈൽ ആൻഡ് ശ്രീനിധി. പല ചോദ്യങ്ങളും മൂല്യനിർണ്ണയം പോലും നടത്താതെ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ചു. നിയമനം നടത്തിയെന്ന ആരോപണത്തിൽ കണ്ടെത്തലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ നാളെ മന്ത്രിസഭ നിർണായകമായ തീരുമാനമെടുക്കാൻ പോകുന്നു. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിൽ. പ്രതിരോധം, സമുദ്ര സുരക്ഷ, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളിൽ തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ആറ് ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. പ്രധാനമന്ത്രിയുടെ വിമാനം ഇന്തോനേഷ്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചുടൻ ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ സുഖോയ് 30 F-16 യുദ്ധവിമാനങ്ങൾ ആകാശത്ത് അകമ്പടിയാക്കി സുരക്ഷയൊരുക്കി. വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിയെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. പരമ്പരാഗത ഇന്തോനേഷ്യൻ നൃത്തരൂപങ്ങളും സാംസ്കാരിക പ്രകടനങ്ങളും മോദിയെ വരവേൽക്കാനൊരുക്കിയിരുന്നു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ബ്രബാവോ സുബിയാനുമായി മോദി ചർച്ച നടത്തും. വ്യാപാരം, പ്രതിരോധം, സമുദ്ര സുരക്ഷ, ഊർജം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ശക്തമാക്കും. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള പുരാതന സാംസ്കാരിക ബന്ധം പുതുക്കുന്നതിനായി പ്രധാനമന്ത്രി പ്രശസ്തമായ പ്രഭാനൻ ക്ഷേത്ര സമുച്ചയവും സന്ദർശിക്കും. ഇന്തോനേഷ്യയിലെ ഇന്ത്യക്കാരുമായും നരേന്ദ്രമോദി സംസാരിക്കും. ഇന്തോനേഷ്യൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് തിരിക്കും. ന്യൂസ് ഡെസ്ക് 24. ജീവനക്കാരുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ അമേരിക്കൻ ആസ്ഥാനമായ കോറോ ഹെൽത്ത് കമ്പനി ഇന്നു മുതൽ വീണ്ടും തുറന്നു പ്രവർത്തിക്കും. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം.
കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ആൻ മരിയ സണ്ണി കൂടി ചേരുന്നുണ്ട്. ആൻ, നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ്, പ്രതിഷേധങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് ഇപ്പോഴിതാ കമ്പനി തുറന്നു പ്രവർത്തിക്കുന്നത്. വെള്ളിയാഴ്ച വരെ മാത്രമാണ് ഇത്തരത്തിൽ തുറന്നു പ്രവർത്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? വിവരങ്ങൾ എങ്ങനെ? ശ്രീനിധി, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് വലിയ പ്രതിഷേധങ്ങളൊക്കെ കോറോ ഹെൽത്തിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഇവരെ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ അന്നു മുതൽ തന്നെ പ്രതിഷേധവുമായിട്ട് ജീവനക്കാരും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള തൊഴിൽ സംഘടനകളും രംഗത്തേക്ക് എത്തുന്നതും കണ്ടതാണ്. ഇന്നലെ നടന്ന ആ പ്രതിഷേധത്തിന്റെയും അതോടൊപ്പം തന്നെ ചർച്ചയുടെയും എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ 10-ാം തീയതി, അതായത് 10-ാം തീയതിയാണ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള ചർച്ച നടക്കുന്നത്. ആ ചർച്ച നടക്കുന്നത് വരെ നിലവിലെ തൽസ്ഥിതി തുടരും, അതായത് അവർക്ക് ജോലിക്ക് വരാം എന്നുള്ളതാണ് ഇന്നലത്തെ നടന്ന ചർച്ചയിൽ വന്നിരിക്കുന്ന തീരുമാനം. അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ദിവസം ഈ വെള്ളിയാഴ്ച നടന്ന ഈ കൂട്ടപ്പിരിച്ചലിന് പിന്നാലെ നടന്ന പ്രതിഷേധത്തിൽ MLA ഉമാ തോമസ് അടക്കമുള്ള ആളുകൾ അവിടെ എത്തുകയും ഒരു ചർച്ച, പ്രാഥമികമായിട്ടുള്ളൊരു ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചർച്ചയിലും ഇന്നലെയായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ചർച്ചയ്ക്ക് തീരുമാനമെടുത്തിരുന്നത്. അപ്പോൾ അന്ന് വരെ തുടരാമെന്നായിരുന്നു, അതായത് ജോലിക്ക് വരാമെന്നായിരുന്നു അന്ന് തീരുമാനമെടുത്തിരുന്നത്. പക്ഷേ എല്ലാത്തിനും ഒരു ധാരണയെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ അവർ ജോലിക്ക് എത്തുന്ന ആ സമയത്ത് അവരെ ഉള്ളിലേക്ക് കയറ്റിവിടാതിരിക്കുകയും കുറേ മണിക്കൂറുകളോളം അവർക്ക് പുറത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ അവിടെ എത്തുകയും തുടർന്ന് അവരുടെയും എല്ലാം ഇടപെടലിനെ തുടർന്നൊക്കെയാണ് ജീവനക്കാരെ ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ ജോലിക്കൊന്നും അവർക്ക് ഇന്നലെ നിൽക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നും അതേ രീതിയിൽ തന്നെ രാവിലെ 9 മണിയാണ് അവരുടെ ജോലി സമയം എന്ന് പറയുന്നത്. ആ 9 മണിയോട് കൂടി ജീവനക്കാർ ജോലിക്കായിട്ട് എത്തും. ഇനി നിലവിലത്തെ, അതായത് ഇന്നലെ നടന്നതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുകയാണ് എങ്കിൽ അത് വലിയ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ജീവനക്കാരുടെ തീരുമാനം. അത്തരത്തിലുള്ളൊരു പ്രതിഷേധവും അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളോ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ ലേബർ കമ്മീഷണറും ഇവരുടെ ഒപ്പം ഈ കോറോ ഹെൽത്തിലേക്ക്, അതായത് സ്ഥാപനത്തിലേക്ക് എത്തുമെന്നാണ് ഇന്നലെ അറിയിച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇന്ന് ലേബർ കമ്മീഷൻ അവിടെ എത്തുമോ എന്നുള്ളതും അറിയാനായിട്ടുണ്ട്. എന്തായാലും ഈ 10-ാം തീയതി വരെ, അതായത് ഈ വെള്ളിയാഴ്ച വരെ അവർക്ക് താൽക്കാലികമായിട്ട് ആശ്വാസമാണ്, ജോലിയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി സാധിക്കും. കമ്പനി അധികൃതരുമായി വെള്ളിയാഴ്ച നിർണായക യോഗമുണ്ട്. നേരം ഇരട്ടിവെളുക്ക് മുമ്പാണ് 800 പേരെ ഒറ്റ ദിവസം പിരിച്ചുവിട്ടത്. ഇതിന് പിന്നാലെ വഴിയാധാരമായ ജീവനക്കാരാണ് അനിശ്ചിതത്വത്തിൽ ആകുലതയിൽ കഴിയുന്നത്. 24 ബ്രേക്കിംഗ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടത് 3764.54 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി. നിയമസഭയിൽ പ്രതിപക്ഷ MLA-മാരുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ചിലവ് തുക വിശദീകരിക്കുന്നത്. സർക്കാർ 5370 കോടി രൂപ ചെലവാക്കിയെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മറുപടി എന്ന ശ്രദ്ധേയമാണ്. ജിബിൻ JB തിരുവനന്തപുരത്ത് ചെയ്യുന്നു. ജിബിൻ, ഓൾറെഡി വിഴിഞ്ഞത്തിന്റെ ഈ പറഞ്ഞ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ ഭരണപക്ഷ പോര് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പദ്ധതി ചെലവുമായി ബന്ധപ്പെട്ട് ഒരു വൈരുദ്ധ്യമുണ്ടാകുന്നു. ഇതൊരു പോരിലേക്ക് വഴി തുറക്കുന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് വിവരങ്ങൾ? സുഹൈൽ, അത് തന്നെയാണ്. കാരണം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കൈമാറ്റം, MSC എന്ന് പറയുന്ന കുത്തക കമ്പനിക്ക് ഓഹരി കൈമാറുമ്പോൾ അത് വിഴിഞ്ഞം തുറമുഖത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിലുള്ള ആശങ്കകളൊക്കെ പ്രതിപക്ഷം നിയമസഭയിൽ പങ്കുവയ്ക്കേണ്ട. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമാണ് ഉണ്ടാകുകയും ചെയ്തത്. ഇതിൻ്റെയൊക്കെ പിന്നാലെയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അതായത് പിണറായി സർക്കാരിന്റെ കാലത്ത് എത്ര രൂപയാണ് വിഴിഞ്ഞത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവിട്ടത് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ ചർച്ചയാകുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ, അതായത് ഇന്നത്തെ പ്രതിപക്ഷം അവർ സംസ്ഥാനം ഭരിച്ചിരുന്ന സമയത്ത് പറയുന്നത് വിഴിഞ്ഞത്തിനായി അന്ന് ചെലവാക്കിയ തുക 5370 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവാക്കിയതെന്നും ഒന്നാം ഘട്ടത്തിൽ വിഴിഞ്ഞത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചെലവാക്കിയത് 817.80 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം. അതുപോലെ അദാനി ഗ്രൂപ്പിന്റെ വിഹിതം എന്ന് പറയുന്നത് അവർക്കുള്ള 79% വിഹിതം അവർ ചെലവാക്കിയതെന്ന് പറയുന്നത് 2454 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് ചെലവാക്കിയതെന്നുള്ളതായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ വാദം. അത് പലതവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സഭയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതല്ല സംസ്ഥാന സർക്കാർ ചിലവാക്കിയ തുക എന്നാണ് മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടിയിലുണ്ടായത്. അതായത് മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ പറഞ്ഞതനുസരിച്ച് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തിന് ഇതുവരെ ചിലവാക്കിയ തുക 3764.54 കോടി രൂപ മാത്രമാണ്. അപ്പോൾ വലിയൊരു വ്യത്യാസമാണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞത്ത് ചിലവാക്കിയെന്ന് പറയുന്ന തുകയിൽ വന്നിരിക്കുന്നത്. ഏകദേശം 2000 കോടിയോളം രൂപയുടെ വ്യത്യാസം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് തന്നെ ഇനി കടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ പറയുന്ന തുക സർക്കാർ മാത്രം ചെലവിട്ടതാണോ? PPP മോഡലാണ് വിഴിഞ്ഞം. അതിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒപ്പം അദാനി ഗ്രൂപ്പിനും പങ്കുണ്ട്. ഈ 5000 എന്ന് പറയുന്നത് ആകെ തുകയാണോ, സർക്കാർ മാത്രം ചെലവിട്ട തുകയാണോ? പ്രതിപക്ഷം പറയുന്ന അനുസരിച്ചാണെങ്കിൽ
പ്രതിപക്ഷം പറയുന്ന അനുസരിച്ച് ആകെ മുടക്കിയ തുകയാണ്. അതിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഹിതമുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുണ്ട്, അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പിന്റെ വിഹിതമുണ്ട്. ഇതെല്ലാം കൂടി ചേർത്താണ് 5370 കോടി രൂപ എന്നുള്ളൊരു കണക്ക് വന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്ന് പറയുന്നത് 817.80 കോടി രൂപയാണ്. അതുപോലെ അദാനി ഗ്രൂപ്പിന്റെ വിഹിതം എന്ന് പറയുന്നത് 2454 കോടി രൂപയാണ്. അങ്ങനെ ആകെ മുടക്കിയ തുക എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 5370 കോടി രൂപ വിഴിഞ്ഞത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്ന് ചിലവാക്കി എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള കണക്ക്. പക്ഷേ അതെല്ലാം തന്നെ അങ്ങനെ ഒരു കണക്കല്ല മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞത്. അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചിലവാക്കിയ തുക അത് 5370 കോടിയാണെന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷം ആവർത്തിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെയല്ല, എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഇതുവരെ വിഴിഞ്ഞത്തിന് വേണ്ടി, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് വേണ്ടി ഇതുവരെ നാളിതുവരെ ചിലവാക്കിയിരിക്കുന്ന തുക വെറും 3764.54 കോടി രൂപയാണെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇനി ഒരു വ്യക്തമായ ഉത്തരം നൽകേണ്ടത് അന്നത്തെ സർക്കാരാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് ഒക്കെയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് പ്രതികരണമാണ് ഇതിൽ ഉണ്ടാകുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സുഹൈൽ. ശരി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് നിർദ്ദേശം വർഷങ്ങളായി ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടന്ന പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കണ്ണൂർ ഫെനി പദ്ധതിക്ക് പുതുപ്രതീക്ഷയാണ്. നികുതി ഇളവിനെതിരെ വിമർശനങ്ങൾ വരുന്നുണ്ടെങ്കിലും ഒരു പതിറ്റാണ്ടോളമായി അനുമതിക്കായി കാത്തിരിക്കുന്ന ഈ പദ്ധതിക്ക് ബജറ്റ് പ്രഖ്യാപനം വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. കണ്ണൂർ ഫെനി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ എക്സൈസ് വകുപ്പ് പരിശോധനകൾ പൂർത്തിയായി കഴിഞ്ഞു. എക്സൈസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശയിൽ ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത് എക്സൈസ് മന്ത്രിയാണ്. 2019 ഇടതു സർക്കാരിന്റെ കാലത്താണ് പദ്ധതിയുടെ പ്രപ്പോസൽ ആദ്യമായി സമർപ്പിച്ചത്. എന്നാൽ നികുതിയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ കാരണം പദ്ധതി നീണ്ടുപോവുകയായിരുന്നു. പുതിയ ബജറ്റ് നിർദ്ദേശപ്രകാരം 10% മുതൽ 20% വരെ മാത്രം ആൽക്കഹോൾ അടങ്ങിയ പാനീയങ്ങൾക്ക് വിൽപ്പന നികുതി 175% കുറയും. വീര്യമേറിയ മദ്യത്തിന് നിലവിൽ 251% നികുതി. കണ്ണൂർ ഫെനിയിൽ ഏകദേശം 20% ആൽക്കഹോൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. നികുതിയിലെ ഈ കുറവ് പദ്ധതിയുടെ വാണിജ്യപരമായ വിജയസാധ്യതയെ ഗണ്യമായി ഉയർത്തുമെന്ന് പദ്ധതി മുന്നോട്ട് വെച്ച പയ്യാവൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു. കശുമാങ്ങയിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് മലയോര കൃഷിക്കാരൻ്റെ ഒരു ചിരകാല അഭിലാഷമാണ്. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാനാണ് ഞങ്ങൾ അപേക്ഷ കൊടുത്തിരുന്നത്. അതാണ് നിലവിൽ പാസ്സായിരിക്കുന്നത്. അതിൻ്റെ കടലാസ് വർക്കുകളെല്ലാം പൂർത്തിയായതാണ്. അപ്പോൾ പുതിയ സർക്കാർ വന്ന സാഹചര്യത്തിൽ ആ സർക്കാരിൻ്റെ എക്സൈസ് മന്ത്രിയുടെ കൂടി അനുമതി ഇക്കാര്യത്തിൽ വേണം. കാരണം ചട്ടമായതാണ്. കാരണം ഇതിനകത്ത് മറ്റ് കാര്യങ്ങളൊന്നും ഇനി നിയമപരമായിട്ട് തടസ്സങ്ങളില്ല. പയ്യാവൂരിനടുത്തുള്ള കുഞ്ഞിപ്പറമ്പിൽ ലീസിനെടുത്ത 2.5 ഏക്കർ സ്ഥലത്ത് പ്രതിദിനം 1000 ലിറ്റർ ഉൽപ്പാദനശേഷിയുള്ള ഡിസ്റ്റിലറി ബാങ്ക് സ്ഥാപിച്ചു കഴിഞ്ഞു. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ വഴി വിപണിയിലെത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഫെനിക്ക് ലിറ്ററിന് ഏകദേശം 500 രൂപയായിരിക്കും റീറ്റെയിൽ വില. വിദേശത്തേക്ക് കയറ്റി അയക്കാനും പദ്ധതിയുണ്ട്. നിലവിൽ കർഷകർ ഉപേക്ഷിക്കുന്ന കശുവണ്ടിപ്പഴത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലുടനീളമുള്ള സംഭരണ ശൃംഖല വഴിയായിരിക്കും പഴം ശേഖരിക്കുക. ഭാവിയിൽ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ മറ്റു സഹകരണ സംഘങ്ങളുമായും ബാങ്കുകളുമായും സഹകരിച്ച് പദ്ധതി വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. 24 കണ്ണൂർ. LDF-ൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. തർക്കം പരിഹരിക്കാൻ മുന്നണി യോഗം വിളിക്കാൻ യോഗം തീരുമാനിക്കും. യോഗത്തിന്റെ തീയതിയും നിശ്ചയിക്കും. ജിബിൻ JV വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. ജിബിൻ, ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി പിടിവിടാതെ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് CPI ഇതിനോടകം നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഉപനേതൃസ്ഥാനം കൊടുക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM-ഉം. ഒരു അനുനയത്തിലേക്ക് എത്താൻ LDF യോഗം കൂടിയേ ചേരൂ. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്? LDF-ലെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം അതിങ്ങനെ രൂക്ഷമായി തുടരുകയാണ്. എന്തായാലും ഈ ഒരു തീരുമാനത്തിൽ ഇനി മുട്ടുമടക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് CPI നേതൃത്വം എത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വിമർശനം അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ CPI നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് കാര്യമാക്കേണ്ട എന്നായിരുന്നു പിണറായി വിജയന്റെ പരിഹാസം എന്ന് പറയുന്നത്. അത് CPIക്ക് അകത്ത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. 13-14 CPIയുടെ നിർണായക സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ഇതിന്
അതിനുശേഷം ഈ പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം എന്ന് പറയുന്നത് ഔദ്യോഗികമായി തന്നെ LDF മുന്നണി യോഗത്തിൽ ധരിപ്പിക്കാൻ, അക്കാര്യം അറിയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് CPI നേതൃത്വം എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു അന്വയ നീക്കത്തിലേക്ക് CPM ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച അന്വയ നീക്കങ്ങൾക്ക് വേണ്ടി ഉള്ള തീരുമാനങ്ങളിലേക്ക് എത്തുമെന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇതിനുശേഷമായിരിക്കും LDFന്റെ ഒരു യോഗം ചേരാൻ വേണ്ടിയുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ CPM തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഒരു LDF യോഗം ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസവും MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു അന്വയ നീക്കവുമായി അല്ലെങ്കിൽ ഒരു ചർച്ചകളൊക്കെ ആകാമെന്നുള്ള ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സമീപനമാണ് ഇതിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഒരു തീരുമാനത്തിൽ തന്നെ പൂർണ്ണമായി വിയോജിപ്പാണ് പിണറായി വിജയൻ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPI ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിമർശനവും അതുപോലെ തന്നെ അമർഷവും CPIക്കുള്ളിൽ പുകയുകയും ചെയ്യുന്നത്. കാരണം തങ്ങളുടെ അവകാശപ്പെട്ട ഒരു കാര്യമാണ് തങ്ങൾ ചോദിക്കുന്നത്. എപ്പോഴും LDF എന്ന് പറയുന്ന മുന്നണിയിൽ രണ്ടാം കക്ഷി CPI തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് തങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകാത്തത് എന്നുള്ള ഒരു കാര്യമാണ് CPI ചോദിക്കുന്നത്. പക്ഷേ CPM ഇതിൽ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇതുവരെയും പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. മുൻ കാലഘട്ടങ്ങളിലൊന്നും തന്നെ, പ്രത്യേകിച്ച് പല കാലഘട്ടങ്ങളിൽ VS ഒക്കെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പോലും ഇങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല ഒരു കാര്യം കൂടിയാണ് CPIM നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുക. എന്തായാലും ഇത് സംബന്ധിച്ച് ഈ ഒരു പ്രശ്നവും മുന്നോട്ട് പോകാൻ LDFും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം ഇങ്ങനെയെങ്കിലും ഒരു അന്വയ നീക്കത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇന്ന് CPMന്റെ നിർണായക സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ചെയ്യുന്നത്. ഇതിലായിരിക്കും ഇനി എന്നാണ് LDFന്റെ ഒരു മുന്നണി യോഗം ചേരുക എന്നുള്ള ഒരു കാര്യം തീരുമാനമാക്കുക. പ്രത്യേകിച്ച് VD സതീശന്റെ സർക്കാർ വന്നതിന് ശേഷം ഇതുവരെയും LDFന്റെ ഒരു മുന്നണി യോഗം ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിവേഗം LDF യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം അടഞ്ഞ അധ്യായമെന്ന പ്രതിപക്ഷ പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ CPI വലിയ അമർഷവും പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. തർക്കം ഇപ്പോഴും മുറുകുകയാണ്. പത്തനംതിട്ടയിൽ ഷിഗല്ല സ്ഥിരീകരിച്ച 8 വയസ്സുകാരി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു. ജില്ലയിൽ ആദ്യം രോഗം സ്ഥിരീകരിച്ച എഴിക്കോടാണ് വീണ്ടും രോഗബാധയുണ്ടായത്. ആദ്യം ഷിഗല്ല സ്ഥിരീകരിച്ച 10 വയസ്സുകാരി രോഗമുക്തയായി. അതിനിടെ എഴിക്കാട് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന ആരോപണം ശക്തമാണ്. ഇന്ന് ജില്ലയിൽ പകർച്ചവ്യാധി ബോധവൽക്കരണ ദിനമായി ആചരിക്കും. ഏഴിക്കാട് ഉന്നതിൽ ആരോഗ്യവകുപ്പിന്റെ ക്യാമ്പും സംഘടിപ്പിക്കും. രോഗബാധയുടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനാണ് സാധ്യത. വർഷ ഗിരീഷുണ്ട് കോഴിക്കോട്. വർഷ, എങ്ങനെയാണ് അലേർട്ടിന്റെ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ശ്രീനിധി, സുഹേൽ. ഇന്ന് വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഇന്നലെ രാത്രിയെല്ലാം കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തന്നെ അനുഭവപ്പെട്ടിരുന്നു. മഴ വ്യാപകമായി ഇല്ലെങ്കിൽ കൂടി ഇടവിട്ട് ശക്തമായ മഴയാണ് ഈ വടക്കൻ കേരളത്തിലെല്ലാം അനുഭവപ്പെടുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അപ്പോഴും പലയിടങ്ങളിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്നതും വീടിന് കേടുപാടുകൾ സംഭവിക്കുന്നതുമെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആശങ്ക. ഇന്നെന്തായാലും ഈ 5 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേപോലെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള നിരോധനം തുടരുന്നുണ്ട്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടെ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിലുള്ളവരോട് പ്രത്യേക ജാഗ്രത പുലർത്താൻ വേണ്ടി തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല. എങ്കിൽ കൂടി ഈ ശക്തമായ മഴ ലഭിക്കും അല്ലെങ്കിൽ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മലയോര മേഖല, ഈ വടക്കൻ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മലയോര മേഖലയെല്ലാം കൂടുതലുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ മഴ ശക്തമാകുമ്പോൾ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ സാധ്യതയുള്ള മേഖലയിൽ നിന്നും ആളുകൾ സ്വമേധയാൽ മാറി താമസിക്കണമെന്നാണ് പൊതുവെ പറയാനുള്ളത്. കാരണം ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു മഴ എന്താകും അല്ലെങ്കിൽ മുന്നോട്ട് എന്താകുമെന്നുള്ള സ്ഥിതി നോക്കി നിൽക്കേണ്ടതില്ല. മഴ ശക്തമാകുമ്പോൾ തന്നെ മാറേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും ഇന്ന് വടക്കൻ കേരളത്തിൽ മഴ ലഭിക്കും തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ ബുധനാഴ്ച വരെ, അതായത് നാളെ വരെ ശക്തമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടെ അറിയിക്കുന്നുണ്ട്. ശരി, ശ്രീ വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി. വടകര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. കേസിൽ പ്രതി ചേർക്കുമെന്ന വിലയിരുത്തലാണ് റിബേഷ് മുൻകൂർ ജാമ്യം തേടിയത്.
ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിബേഷ് രാമകൃഷ്ണൻ, മനീഷ്, അതുൽ എന്നിവരെ നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരുന്നു. ചേരിതിരിഞ്ഞുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും പൊട്ടിത്തെറികളും തുടർന്ന് അഭിനേതാക്കളുടെ സംഘടന അമ്മ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്കും സാമ്പത്തിക ക്രമക്കേടിലേക്കും കടന്നതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ശ്വേതാമേനോൻ ഉന്നയിച്ച അഴിമതി ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിട്ടേക്കും. അതേസമയം അമ്മയുടെ അംഗത്വത്തിൽ നിന്ന് നടിമാരായ രേവതിയും പത്മപ്രിയയും ഔദ്യോഗികമായി രാജിവെച്ചു. ആൻമരിയ സണ്ണി ഒരിക്കൽ കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അമ്മയിൽ അടിമുടി പൊട്ടിത്തെറികളാണ്. പൊട്ടിത്തെറി അവസാനിക്കാത്ത സാഹചര്യം കൂടി. ശ്രീനിധി, അങ്ങനെ തന്നെയാണ്. ഓരോ ദിവസം കടക്കുന്തോറും പൊട്ടിത്തെറികൾ കൂടുകയല്ലാതെ ഒട്ടും കുറയുന്നില്ല. പ്രതിസന്ധികൾ അങ്ങനെ തന്നെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത് അത് ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ സാമ്പത്തിക ക്രമക്കേട്, അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ചില ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ്. ഒട്ടുമിക്ക ആളുകളും പുറത്തേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന രീതിയിലേക്ക് വരുന്നു. ഇതിൽ കൂടുതലായിട്ടുള്ള മറുപടികളോ അല്ലെങ്കിൽ വ്യക്തതകളോ വരുത്താൻ വേണ്ടിയിട്ട് ഈ ആരോപണ വിധേയരായിട്ട് ഉള്ള ആളുകൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഈ നടി ശ്വേതാമേനോനെതിരെ വന്നിരിക്കുന്ന ഈ സാമ്പത്തിക ക്രമക്കേടും അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള ചില രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളിലടക്കം ഇതുവരെയും ശ്വേതാമേനോൻ ഒരു മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ടോ അല്ലെങ്കിൽ പുറത്തു നിന്നുകൊണ്ടോ ഉള്ള ഒരു വ്യക്തമായിട്ടുള്ള തന്റെ ഭാഗം എന്താണ് എന്നുള്ള അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ശ്വേതാമേനോൻ തയ്യാറായിട്ടില്ല. ഈ ആരോപണങ്ങൾക്കിടയിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാത്രമാണ് ശ്വേതാമേനോൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വ്യക്തത ഈ വരും ദിവസങ്ങളിൽ അതിൽ വരുത്തുമെന്നാണ് നിലവിൽ നമ്മളെ അറിയിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളെ മാധ്യമങ്ങളെ കാണാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ ശ്വേതാമേനോൻ ഉന്നയിച്ചിരിക്കുന്ന അഴിമതി ആരോപണം. ശ്വേതാമേനോൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയിലെ പവർ ഗ്രൂപ്പിനെതിരെയാണ് താൻ പോരാടുന്നത്. നിരവധി കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, ചില അഴിമതികൾ അവിടെ നടക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങൾക്കെതിരെയാണ് താൻ പോരാടുന്നത് എന്നുള്ള കാര്യമാണ് ശ്വേതാമേനോൻ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെല്ലാം കൂടുതൽ തെളിവുകൾ ശ്വേതാമേനോന് പുറത്തുവിടേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തന്റെ ഭരണസമിതിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ശ്വേതാമേനോൻ വ്യക്തത വരുത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് നിലവിൽ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം കൂടുതൽ രാജികൾ അമ്മയിൽ നടക്കുന്നു എന്നുള്ളതും ഏറ്റവും കൂടുതലായി എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇന്നും മാധ്യമങ്ങളെ പല ആളുകളും, അമ്മയിലുള്ള അംഗങ്ങൾ പല ആളുകളും ഇന്നും മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നതും. ഒപ്പം അൻസിബ നൽകിയിരിക്കുന്ന പരാതിയിൽ ടിനി ടോമിനെതിരെ അന്വേഷണം നടക്കുന്നു. അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവിനുമെതിരെ കേസെടുത്തിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ അമ്മയിൽ എന്തായാലും ഈ പ്രതിസന്ധി തുടരുകയാണ്. എന്തായാലും സിനിമയേക്കാൾ സിനിമാറ്റിക് ആണ് അമ്മയിലെ കലഹം. ഒരു ഭാഗത്ത് പോലീസ് കേസുണ്ട്, മറുഭാഗത്ത് രാഷ്ട്രീയ ആരോപണങ്ങളുണ്ട്, സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുണ്ട്. എല്ലാത്തിലും മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു വാർത്തകളിലേക്കാണ്. ഉരുൾപൊട്ടലിനെ തുടർന്ന് പരിസ്ഥിതിലോല മേഖല ഉൾപ്പെടെ ഷൊർണൂർ കൈലിയാട് മലയൻകോട് മലയുടെ താഴ്വാരത്തായി തലച്ചിറമുക്കിൽ കരിങ്കൽ കോറി പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭീതിയിലാണ് പ്രദേശവാസികൾ. പാറപൊട്ടികൾ തുടങ്ങിയാൽ വീണ്ടും ഒരു ചൂരൽമല ആവർത്തിക്കുമോ എന്ന ഭയമാണ് ഇവർക്ക്. തലച്ചിറമുക്ക് വെള്ളച്ചാട്ടവും കാഞ്ഞിരപ്പുഴയുടെ കൈവരിക്കനാലും നിറയെ നെൽപ്പാടങ്ങളുമെല്ലാം ഉൾപ്പെടുന്നതാണ് കൈലിയാട്ടെ ഈ ഗ്രാമം. പല ഉന്നതികളിലായി 160-ലേറെ കുടുംബങ്ങൾ ഇപ്പോൾ ആശങ്കയുടെ മുൾമുനയിലാണ്. 1984-ലും 2019-ലും ഉരുൾപൊട്ടിയതിനെ തുടർന്ന് പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെട്ട മലയൻകോട് മലയോട് ചേർന്ന പ്രദേശത്ത് കരിങ്കൽ കോറി തുടങ്ങാനുള്ള കോറി മാഫിയയുടെ നീക്കമാണ് ഇവരുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയാവുന്നത്. സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ കോറിയുടെ പ്രവർത്തനങ്ങൾക്കായി വിട്ടുനൽകാൻ ഉടമകൾ സമീപിച്ചതോടെയാണ് കോറി ഉടൻ ആരംഭിക്കുമെന്ന് വിവരം പ്രദേശവാസികൾ അറിയുന്നത്. 160ഓളം കുടുംബങ്ങളുണ്ട് ഞങ്ങൾ ഈ മലയുടെ അടി പ്രദേശത്ത്. ഇവരൊക്കെ തന്നെ വളരെ വലിയ ഭീതിയിലും ബേജാറിലുമാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇതിവിടെ വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. എല്ലാ തരത്തിലുള്ള ചെറുത്തുനിൽപ്പുണ്ടാവും. ഇവിടെ വരാൻ പോകുന്ന കോറി ഭീമന്മാർ ഇത് കണ്ട് മനസ്സിലാക്കി പിന്തിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. വന്നാൽ അവർക്ക് ഈ ജനകീയ പ്രക്ഷോഭത്തിന് മുമ്പിൽ അടിയറവ് പറയേണ്ടി വരും. പരിസ്ഥിതി ലോല മേഖലയിൽ ഏതെങ്കിലും അനുമതിയുടെ അടിസ്ഥാനത്തിൽ കോറി തുടങ്ങാനാണ് നീക്കമെങ്കിൽ നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും നേരിടാനാണ് സമരസമിതിയുടെ തീരുമാനമെന്ന് കോറി വിരുദ്ധ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി മമ്മിക്കുട്ടി MLA പറഞ്ഞു. ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. അതിവിടെ ഈ കോറി ആരംഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു താക്കീത് കൂടിയാണ് ഇവിടെ കൂടിയ സമരപ്രഖ്യാപന കൺവെൻഷനിലെ പങ്കാളിത്തം എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊരു സംവിധാനം തുടങ്ങുന്നതുമായി സംബന്ധിച്ച് അതിനുള്ള നിയമപരമായുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വഴികളും കാര്യങ്ങളിലും കൂടെ അവർ സഞ്ചരിച്ച് പോകുമ്പോൾ ആ വഴി അവർക്ക് ക്ലിയറാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ ആ വഴി അടക്കാനുള്ള ശ്രമം നമ്മൾ നടത്തും. 24 പാലക്കാട്.
പ്രമുഖ ദേശീയ അന്തർദേശീയ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ആകർഷകമായ വിലയിൽ സ്വന്തമാക്കാൻ അവസരമൊരുക്കുകയാണ് ലുലു ആൻഡ് ഓഫ് സീസൺ സെയിലും ലുലു ഓൺ സെയിലും ജൂലൈ 9 മുതൽ 12 വരെ നടക്കും. വർഷത്തിൽ 2 തവണ മാത്രം സംഘടിപ്പിക്കുന്ന 4 ദിവസത്തെ സെയിലിൽ ഷോപ്പിംഗിനൊപ്പം ഭക്ഷണവും വിനോദവും ഉൾപ്പെടുന്ന സമ്പൂർണ്ണ അനുഭവമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് ലുലു അധികൃതർ അറിയിച്ചു. മിഡ് നൈറ്റ് സെയിലിന്റെ ഭാഗമായി 4 ദിവസം ലുലു മാൾ രാവിലെ 9 മുതൽ പുലർച്ചെ 2 വരെ പ്രവർത്തിക്കും. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഫാഷൻ സ്റ്റോർ, ലുലു കണക്ട് എന്നിവയ്ക്ക് പുറമെ മാളിൽ പ്രവർത്തിക്കുന്ന 500-ലധികം മറ്റു ദേശീയ അന്തർദേശീയ ബ്രാൻഡ് ഔട്ട്ലെറ്റുകളും പ്രത്യേക ഓഫറുകളും വിലക്കിഴിവുകളും ലഭിക്കും. വർഷത്തിൽ 2 തവണയാണ് ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ നടത്തുന്നത്. അതിൽ ഈ വർഷത്തെ അവസാനത്തത് ജൂലൈ 9, 10, 11, 12 തീയതികൾ. കസ്റ്റമേഴ്സിന് മാക്സിമം ഡിസ്കൗണ്ടിൽ ആവശ്യമായ പ്രൊഡക്ട്സ് വാങ്ങിക്കാനുള്ള ഈ വർഷത്തെ അവസരമാണ് ലുലു ഒരുക്കിയിട്ടുള്ളത്. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഫാഷൻ സ്റ്റോർ, ലുലു കണക്ട്, ലുലു സെലിബ്രേറ്റ് സ്റ്റോറുകളിൽ നിന്ന് 500-ൽ പരം ബ്രാൻഡുകളുടെ 5000-ഓളം പ്രൊഡക്റ്റുകൾ ഫ്ലാറ്റ് 50% ഓഫറുകളിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ മുൻ ക്ഷേത്ര ട്രസ്റ്റി അനിൽ മിശ്രയ്ക്ക് വീഴ്ച പറ്റിയതായി അന്വേഷണ സംഘം ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിൽ അനിൽ മിശ്ര പരാജയപ്പെട്ടു. കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ബൽറാം നെടുങ്ങാട് ഡൽഹിയിൽ ചെയ്യുന്നു. ബൽറാമ, ഓരോ ദിവസവും SIT കൂടുതൽ കണ്ടെത്തലുകളാണ് നടത്തുന്നത്. സുരക്ഷാ വീഴ്ച അത് മനഃപൂർവ്വമാണെന്ന നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? ശ്രീനിധി, സുഹൈൽ, ഈ അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയ്ക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കാരണം ഈ സംഭാവന എണ്ണിത്തിട്ടപ്പെടുന്നതും അടക്കമുള്ള നടപടികളുടെ ചുമതലയുണ്ടായിരുന്നത് അനിൽ മിശ്രയ്ക്കായിരുന്നു. സംഭാവനയിൽ ക്രമക്കേട് നടക്കുന്നതായി നേരത്തെയും ആരോപണങ്ങൾ ഉയർന്നതായി നേരത്തെ തന്നെ ട്രസ്റ്റ് അംഗങ്ങളുടെ വെളിപ്പെടുത്തലിലും കൂടാതെ SITയുടെ അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ മുൻപും ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്ന ശേഷവും മതിയായ സുരക്ഷ ഒരുക്കുന്നതിൽ അനിൽ മിശ്ര പരാജയപ്പെട്ടു, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള നടപടികളും അനിൽ മിശ്രയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് SITയുടെ വിലയിരുത്തൽ. ഒപ്പം തന്നെ ബാങ്കുമായുള്ള ഏകോപനം അതിലും പാളിച്ചയുണ്ടായി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഏകോപനത്തിന്റെ ചുമതലയും അനിൽ മിശ്രയ്ക്കാണ് ഉണ്ടായിരുന്നത്. ഈ സംഭാവന കൊള്ളയുടെ ആസൂത്രണം നടന്നത് ഈ 2 മേഖലകളിൽ മതിയായ സുരക്ഷയില്ലാത്തതിനാൽ ഒപ്പം തന്നെ ബാങ്കുമായുള്ള ഏകോപനവുമായി ബന്ധപ്പെട്ട ഇങ്ങനെയാണ് അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള കണ്ടെത്തൽ. പ്രത്യേകിച്ച് ഈ എണ്ണൽ ജീവനക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ബാങ്കും ഈ ജീവനക്കാരെ നൽകുന്ന ഏജൻസിയും ഒപ്പം തന്നെ ട്രസ്റ്റ് ഭാരവാഹികളും നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഈ ക്ഷേത്രത്തിലെ സുരക്ഷ അടുത്തിടെ വർദ്ധിപ്പിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിലും എണ്ണൽ കേന്ദ്രത്തിന് എണ്ണ മുറിക്ക് പുറത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നില്ല. ഈ സ്കാനിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കാൻ അവസരമുണ്ടായിട്ടും അത് ഉണ്ടായില്ല. മറിച്ച് മാനുഷികമായ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ദേഹപരിശോധന മാത്രമാണ് ഉണ്ടായത്. ഇതെല്ലാം തന്നെ ഗുരുതരമായ വീഴ്ചയാണ് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോവുക. എന്തായാലും അന്വേഷണം ഏറ്റവും വേഗം പൂർത്തിയാക്കാനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത് എന്നാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ശ്രീനിധി, സുഹൈൽ. എന്നാലും പണമെണ്ണി തിരികെ വരുന്നിടത്ത് സ്കാനിംഗ് മെഷീനുകൾ പോലും ഉണ്ടായിരുന്നില്ല, മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നില്ല എന്നുള്ള അടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധത്തിന് പിന്തുണയുമായി ഇന്ന് സംയുക്ത കിസാൻ മോർച്ച നേതാക്കൾ ജന്തർ മന്ദറിലെ സമരവേദിയിലെത്തും. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത കിസാൻ മോർച്ച നേരത്തെ കത്തയച്ചിരുന്നു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം 9 ദിവസം പിന്നിട്ട പശ്ചാത്തലത്തിൽ സമരത്തിന്റെ ഭാഗമാകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സംയുക്ത കിസാൻ മോർച്ചയുടെ പരിഗണനയിലുണ്ട്. അതേസമയം സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാകുന്നതായി CJP അറിയിച്ചു. സോനം വാങ്ചുക്കിനൊപ്പം നിരാഹാരം ആരംഭിച്ച JNU SU ജോയിന്റ് സെക്രട്ടറി ഡാനിഷ് അടക്കം 5 വിദ്യാർത്ഥികൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്ന് RML ആശുപത്രി വിട്ടു. തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ സമരം ശക്തമാക്കി നഴ്സസ്. ഇന്നലെ അടിസ്ഥാന ശമ്പളം 4000 മുതൽ 6000 രൂപ വരെ വർദ്ധിപ്പിച്ചെന്ന ലേബർ ഓഫീസറുടെ കത്ത് ലഭിച്ചിട്ടും അമല ആശുപത്രി മാനേജ്മെന്റ് സമവായത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇതോടെ സമരം അമല ആശുപത്രിയുടെ മുൻപിലേക്ക് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ മാറ്റി. നഴ്സസ് രാപ്പകൽ സമരം ഇരിക്കാനാണ് തീരുമാനം. അതേസമയം
മന്ത്രിതല ചർച്ചയിൽ 2 മാസത്തിനുള്ളിൽ ശമ്പള പരിഷ്കരണ കരാർ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞതെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ജൂബിലി മിഷൻ അമല ആശുപത്രി മാനേജ്മെന്റുകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജിയിൽ ഇന്ന് കോടതി വിധി പറയും. 10 പ്രതികളുടെ ജാമ്യ ഹർജിയിലാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി വിധി പറയുന്നത്. പ്രതിഭാഗത്തിന് ശക്തമായ എതിർപ്പ് അവഗണിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വാദം അംഗീകരിച്ച കോടതി അക്രമ ദൃശ്യങ്ങൾ ഇന്നലെ കണ്ടിരുന്നു. മുൻ പ്രോസിക്യൂട്ടർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും പ്രതികൾ ആക്രമണവും ഗൂഢാലോചന നടത്തിയെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നേരത്തെ കോടതിയിൽ വാദിച്ചിരുന്നു. ഇനി നേരെ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. സ്നേഹിതർ കൈകോർത്തപ്പോൾ നിർധന കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഒരു വീടായി. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി കൂട്ടായ്മയായ യുവ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഈ നല്ല കാര്യം ചെയ്തിരിക്കുന്നത്. ഗുമ്മിടിപ്പൂണ്ടിയിൽ നിർമ്മിച്ച സ്നേഹഭവനത്തിന് താക്കോൽ കൈമാറ്റം കഴിഞ്ഞ ദിവസം നടന്നു. രോഗിയായ മാതാവും കൂലിപ്പണിക്കാരനായ പിതാവും അടങ്ങുന്നതാണ് +2 വിദ്യാർത്ഥിനിയായ നിശാന്തിയുടെ കുടുംബം. വീടെന്നത് സ്വപ്നം കാണാൻ പോലും അവൾക്കായിരുന്നില്ല. യുവകേരളിയുടെ 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് സ്നേഹഭവനം എന്ന ആശയമുണ്ടായത്. ക്ലബ്ബിലെ അംഗങ്ങൾ തന്നെ വീടിനുള്ള തുക കണ്ടെത്തി. സ്നേഹഭവനം ഇപ്പോൾ അർഹിച്ച കൈകളിൽ തന്നെ എത്തി. ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തമിഴ്നാട് ഘടകം പ്രസിഡന്റ് കൽപ്പക ഗോപാലൻ, ചെന്നൈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് KP സുരേഷ് ബാബു എന്നിവർ ചേർന്ന് താക്കോൽ കൈമാറി. ഗുമ്മിടിപ്പൂണ്ടി കൈരളി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് J ക്ലെമന്റ്, യുവകേരള ചെയർമാൻ L സജികുമാർ, രക്ഷാധികാരി പ്രഭീൻ എന്നിവർ സംസാരിച്ചു. 24 ചെന്നൈ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥൻ ഇന്ന് ചുമതലയേൽക്കും. ജില്ലാ ജഡ്ജിയായി വിരമിച്ചയാളാണ് ശേഷാദ്രിനാഥൻ. ശേഷാദ്രിനാഥനെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനെതിരെ കോൺഗ്രസിൽ വലിയ വിമർശനമുയർന്നിരുന്നു. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് അടക്കമുള്ളവരുടെ എതിർപ്പ് അവഗണിച്ചാണ് നിയമനം. ശേഷാദ്രിനാഥൻ സംഘപരിവാർ അനുകൂലിയാണെന്നായിരുന്നു ആക്ഷേപം. പുറത്ത് ഉണങ്ങാനിട്ട തുണി മഴയത്ത് നനയാതിരിക്കാൻ കണ്ടുപിടുത്തവുമായി നിലമ്പൂരിലെ കൊച്ചു ശാസ്ത്രജ്ഞൻ. മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഉണക്കാനിട്ട തുണികൾ തനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുന്ന അത്യാധുനിക സ്മാർട്ട് അഴ വികസിപ്പിച്ചിരിക്കുകയാണ് നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ റയാൻ റിയാസും ഹെമിൻ മുഹമ്മദും. അപ്പോൾ ഞാനത് ചെയ്തു. 1 2 3 അങ്ങനെ 3 സെക്കൻഡ് കഴിയുമ്പോൾ എൻ്റെ ഡിറ്റക്ഷൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓഫ് ആവില്ല. മഴ പെയ്യുമ്പോൾ തുണികൾ തനിയെ ഷെഡിനുള്ളിലേക്ക് മാറുകയും മഴ മാറി വെയിൽ വരുമ്പോൾ വീണ്ടും തനിയെ പുറത്തേക്ക് നീങ്ങുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ കൊച്ചു ശാസ്ത്രജ്ഞർ അഴ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബ് അംഗങ്ങളായ ഈ കൊച്ചുമിടുക്കന്മാർ തങ്ങളുടെ സാങ്കേതിക മികവ് കൊണ്ടുകൂടിയാണ് ഈ നേട്ടം കൈവരിച്ചത്. സ്മാർട്ട് അഴയ്ക്ക് പുറമെ മറ്റ് നിരവധി ഓട്ടോമാറ്റിക് സംവിധാനങ്ങളും ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ഓട്ടോമാറ്റിക് ഇറിഗേഷൻ സിസ്റ്റം. കൃഷിയിടങ്ങളിലെ മണ്ണിലെ ജലാംശത്തിൻ്റെ അളവ് മനസ്സിലാക്കി ഓട്ടോമാറ്റിക്കായി ചെടികൾ നനയ്ക്കാൻ കഴിയുന്ന സംവിധാനമാണിത്. വീട് പൂട്ടിയിട്ട് ദൂരയാത്ര ചെയ്യുന്നവർക്കും വിദേശത്ത് താമസമാക്കിയവർക്കും പൂന്തോട്ട ജലസേചന സൗകര്യം ഓട്ടോമാറ്റിക്കായി നടത്താൻ ഈ നൂതന കണ്ടുപിടുത്തത്തിലൂടെ സാധിക്കും. ഓട്ടോമാറ്റിക് ഡോർസ് വരുന്നുണ്ട്, ഡേ ആൻഡ് നൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് സെൻസേഴ്സ് വെച്ച് വർക്ക് ചെയ്യാൻ സ്ട്രീറ്റ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടീഫലാമും വരുന്നുണ്ട്, ആൾക്കാരൊക്കെ ഉള്ളിൽ കയറിയില്ല അറിയാം. മറ്റൊരു കണ്ടുപിടുത്തം ഓട്ടോമാറ്റിക് സ്മാർട്ട് ഡോർ ആൻഡ് ലൈറ്റിംഗ് സംവിധാനമാണ്. മനുഷ്യരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് വാതിലുകളും ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. വല്ലപ്പുഴ സ്വദേശി റിയാസ് ലുബ്ന ദമ്പതികളുടെ മകനാണ് റയാൻ റിയാസ്. വല്ലപ്പുഴ സ്വദേശി ചെറുപുളിക്കൽ ഫൈസൽ ഷബ്നം ദമ്പതികളുടെ മകനാണ് ഹെമൻ മുഹമ്മദ്. കൊച്ചു ശാസ്ത്രജ്ഞരുടെ ഈ വലിയ നേട്ടത്തെ അഭിമാനത്തോടെയാണ് സ്കൂൾ നോക്കിക്കാണുന്നത്. 24 മലപ്പുറം. കൊച്ചി നെടുമ്പാശ്ശേരിയിലെ സ്പായിൽ നിന്നും ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ട കേസിൽ അറസ്റ്റിലായ മരട് അനീഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നെടുമ്പാശ്ശേരി പോലീസാണ് അനീഷ് അടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തത്. കേസിൽ ഒരാൾ ഒളിവിലാണ്. ഏറെ നാളായി ഗുണ്ടകൾ നേരിട്ടിട്ടും ഫോൺ വഴിയും സ്പാ നടത്തിപ്പുകാരോട് കൃത്യമായി മാസപ്പടി നൽകിയില്ലെങ്കിൽ സ്പാ പൂട്ടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയിരുന്നു. ഒടുവിൽ സ്പാ നടത്തിപ്പുകാരൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് തൃശൂർ ജില്ലയിൽ നിന്നും പിടികൂടിയത്.
ഇതോടെ ഈ ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാവുകയാണ്.